എല്ലാവർക്കും സ്കൂൾ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം. ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസുകളെ എങ്ങനെയാണ് പാസീവ് വോയിസിലുള്ള സെന്റൻസുകളായിട്ട് മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസുകളെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. ആക്റ്റീവ് വോയിസ് എന്താണ്, പാസീവ് വോയിസ് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഈസ് ആക്റ്റീവ്, അതായത് ഒരു ഗിവൺ സെന്റൻസിലെ അവിടുത്തെ ആക്റ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത് അതേ സബ്ജക്റ്റ് ആണെങ്കിൽ അതിനാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഡോക്ടർ അറ്റൻഡ് ദ പേഷ്യന്റ്, ഇതിൽ സബ്ജക്ട് എന്ന് പറയുന്നത് ഡോക്ടറാണ്, അറ്റൻഡ് എന്ന് പറയുന്നത് വെർബാണ്, പേഷ്യന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ആണ് ആക്റ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത്. ഡോക്ടറാണ് ആക്റ്റീവ് പേഴ്സൺ, ആ ആക്ഷന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് പേഷ്യന്റിനാണ്, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ആക്ഷൻ പെർഫോം ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ട് ഇതൊരു ആക്റ്റീവ് വോയിസ്, സബ്ജക്റ്റ് ഡോക്ടർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ആക്റ്റീവ് വോയിസിലാണ് ഈ സെന്റൻസ് ഉള്ളത്. പാസീവ് വോയിസ് എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് ഈസ് പാസീവ്, അതായത് ആ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആളായിരിക്കത്തില്ല ആക്ഷൻ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പേഷ്യന്റ് വാസ് അറ്റൻഡഡ് ബൈ ദ ഡോക്ടർ, ഇവിടെ ആക്ഷൻ ചെയ്തത് ആരാണ്, ആക്ഷൻ നടത്തിയത് ആരാണ്, ഡോക്ടറാണ്. പക്ഷേ ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്, ആരാണ്, പേഷ്യന്റ് ആണ്. അപ്പൊ സബ്ജക്ട് പേഷ്യന്റ് ആണ് സബ്ജക്റ്റ് എങ്കിൽ പോലും സബ്ജക്റ്റ് അല്ല ആക്റ്റീവ് ആയിട്ടുള്ളത്, പകരം ഇവിടുത്തെ ഓബ്ജക്റ്റ് ആണ് ആക്റ്റീവ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാസീവ് ആണ്, അതുകൊണ്ടാണ് പാസീവ് വോയിസ് ഫോമിലാണ് ഈ സെന്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്റ്റീവ് വോയിസുള്ള സെന്റൻസുകൾ പാസീവ് വോയിസുള്ള സെന്റൻസുകളായിട്ട് മാറ്റാനായിട്ട് എക്സാമ്പിൾ അടക്കം നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് ടേം മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്. എന്താണ് ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് നോക്കാം. ഈ അവസരത്തിൽ എന്തിനാണ് ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസിറ്റീവ് വെർബിൽ ഉള്ളത് അല്ലെങ്കിൽ ഒരു വെർബ് ട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. നോക്കുക, ട്രാൻസിറ്റീവ് വെർബ് ദാറ്റ് റിക്വയർസ് ആൻ ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് സെൻസ്. ഒരു പൂർണ്ണമായ അർത്ഥം ഒരു സെന്റൻസിൽ നിന്ന് കിട്ടണമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വെർബിന് ഒരു ഓബ്ജക്റ്റ് കൂടിയേ തീരൂ. അങ്ങനെയുള്ള വെർബുകളാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഡോക്ടർ അറ്റൻഡ് ദ പേഷ്യന്റ്, ഇവിടെ ഡോക്ടർ അറ്റൻഡ് ദ പേഷ്യന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ അറ്റൻഡ് എന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ പറ്റില്ല. അപ്പൊ ആരെ എന്തിനെ എന്നുള്ള ചോദ്യം വരും. അപ്പൊ ഇവിടെ ദ പേഷ്യന്റ് എന്ന് പറയുന്ന ഓബ്ജക്റ്റും കൂടി തീരും. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അറ്റൻഡ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വെർബായി മാറുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. സ്റ്റുഡൻസ് പ്ലേഡ് ഫുട്ബോൾ, ഇവിടെ സ്റ്റുഡൻസ് പ്ലേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചോദ്യം വരും എന്ത് കളിച്ചു. അപ്പൊ ഇവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് വേണം, എന്നാൽ മാത്രമേ ഈ സെന്റൻസിൽ പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടുള്ളൂ. അതുകൊണ്ട് പ്ലേഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് നോക്കാം. വെർബ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് സെൻസ്, അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം കിട്ടാനായിട്ട് ഓബ്ജക്റ്റിന്റെ ആവശ്യമില്ല എന്നുള്ള വെർബുകളെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു, അവിടെ പിന്നീട് ഓബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ദ മൂൺ ഷൈൻസ്, ചന്ദ്രൻ തിളങ്ങുന്നു, അവിടെയും ഓബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ഇത്തരം വെർബുകളെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ടെൻസിലുമുള്ള ആക്റ്റീവ് വോയിസിനെ എടുത്തിട്ട് പാസീവ് വോയിസിലേക്ക് കൺവേർഷൻ നടത്താം. ആദ്യമായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് എടുക്കുകയാണ്. ഒരു ഉദാഹരണം എടുക്കുകയാണ്, ലയൺ കിൽസ് എലഫന്റ്. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി, ലയൺ കിൽസ് എലഫന്റ് എന്ന് മാറ്റി എഴുതി. അതിനെ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ, സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് എന്ന രീതിയിൽ മാറ്റി എഴുതിയിരിക്കുകയാണ്. സ്റ്റെപ്പ് 1. 4 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ചെക്ക് വെദർ ഓബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ, അതായത് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. ഇവിടെ ഓബ്ജക്റ്റ് എലഫന്റ് ആണ്, എലഫന്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഞാൻ ഇവിടെ മാറ്റി എഴുതി ആൻസർ 1 സിംഗുലർ എലഫന്റ്. സ്റ്റെപ്പ് 2. ചെക്ക് ദ ടെൻസ് ഓഫ് ദ വെർബ്. ഇവിടുത്തെ വെർബിന്റെ ടെൻസ് നോക്കുക. കിൽസ് എന്നാണ്, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള കൺവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്റ്റീവ് വോയിസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ പാസീവ് വോയിസിൽ വരുമ്പോൾ ആം, ഈസ്, ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് എന്ന് വരും. അതായത് ഐ വരുമ്പോൾ ആം വരും, ഹി, ഷീ, ഇറ്റ് ഒക്കെ വരികയാണെങ്കിൽ ഈസ് വരും, ബിയോ, ദേ ഒക്കെ വരികയാണെങ്കിൽ ആർ വരും. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബും കൂടെ ചേർക്കണം. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ഫോം, അതായത് കിൽ, കിൽഡ്, കിൽഡ്, ഗോ, വെന്റ്, ഗോൺ, അതിൽ മൂന്നാമത്തെ ഗോൺ, അല്ലെങ്കിൽ കം, കെയിം, കം, അതിൽ മൂന്നാമത്തെ കം, അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആം, ഈസ്, ആർ ചേർക്കുക. അപ്പൊ ഈ സെന്റൻസിൽ നമ്മൾ നോക്കുക, ഇവിടെ ചെക്ക് ദ ടെൻസ് ഓഫ് ദ വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതിൽ ആം ചേർക്കണമോ, ഈസ് ചേർക്കണമോ, ആർ ചേർക്കണമോ എന്ന് തീരുമാനിക്കുന്നത്
ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഓബ്ജക്റ്റ് ആണ്. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഓബ്ജക്റ്റ് ഏതാണ്? എലഫന്റ് ആണ്. എലഫന്റ് സിംഗുലർ അല്ലേ? എലഫന്റ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. അപ്പോൾ അവിടെ എപ്പോഴും ആം വരില്ല, ആർ വരില്ല, പകരം എന്തായിരിക്കും വരുന്നത്? ഈസേ വരുള്ളൂ. എലഫന്റ് എന്ന് പറയുന്ന സിംഗുലർ പേഴ്സൺ ആയതുകൊണ്ട് ഈസ് വരും, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. അങ്ങനെ ഞാൻ ഇവിടെ മാറ്റി എഴുതി. ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കിൽ, കിൽഡ്, കിൽഡ്. അപ്പോൾ ഈസ് കിൽഡ്, ഈസ് കിൽഡ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എഴുതുക. ബൈ എഴുതുക. ബൈയുടെ കൂടെ ഗിവൺ സെന്റൻസിൽ സബ്ജക്റ്റ് ആഡ് ചെയ്യുക. ബൈയുടെ കൂടെ ഗിവൺ സെന്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ലയൺ ആണ്. ഇവിടെ മാറ്റി എഴുതി ബൈ ലൈൻ. ഇനി ചെയ്യേണ്ടത് ആൻസർ 1, ആൻസർ 2, ആൻസർ 3 മൂന്നും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ആൻസർ ഫൈനൽ ആൻസർ. ആൻസർ 1, ആൻസർ 2, ആൻസർ 3. എലഫന്റ് ഈസ് കിൽഡ് ബൈ ലയൺ. എലഫന്റ് ഈസ് കിൽഡ് ബൈ ലയൺ. വളരെ എളുപ്പമായിരുന്നു. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഇതിൽ ലയൺ കിൽസ് എലഫന്റ് എന്നുള്ളതിൽ ഒരു ഒബ്ജക്റ്റ് വന്നിട്ട് സിംഗുലർ പേഴ്സൺ ആയിട്ട് വരുന്നതാണ്. സിംഗുലർ ഒബ്ജക്റ്റ് ആയിരുന്നു വന്നത്. നമുക്കൊരു പ്ലൂറൽ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ചൈൽഡ് ബൈ സ്വീറ്റ്സ്. ഒരു കുട്ടി സ്വീറ്റ്സ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ മാറ്റി എഴുതുകയാണ്. സബ്ജക്റ്റ് ചൈൽഡ്, ബൈസ് വെർബ്, സ്വീറ്റ്സ് ഓബ്ജക്റ്റ് ആണ്. സ്റ്റെപ്പ് 1 നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാകുന്നിരുന്നു. ചെക്ക് വെദർ ദ ഓബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. ഇവിടുത്തെ ഓബ്ജക്റ്റിന് സിംഗുലർ ആണോ പ്ലൂറൽ ആണെന്ന് നോക്കുക. സ്വീറ്റ്സ് ആണ്, പ്ലൂറൽ ആണ്. ഇവിടെ മാറ്റി എഴുതി പ്ലൂറൽ, സ്വീറ്റ്സ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ദ ടെൻസ് ഓഫ് ദ വെർബ്. വെർബിലെ ടെൻസ് നോക്കുക. ഇത് ബൈസ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ആം, ഈസ്, ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് വരും. ഇവിടെ ഓബ്ജക്റ്റ് നോക്കുക. ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്വീറ്റ്സ് ആയതുകൊണ്ട്, സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് ആം വരില്ല, ഈസ് വരില്ല, പകരം വരുന്നത് ആറായിരിക്കും പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് ആണ്. ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ബൈ ആണ്. ബൈയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? ബൈ, ബോട്ട്, ബോട്ട് ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇവിടെ സ്വീറ്റ്സ് ആയതുകൊണ്ട്, പ്ലൂറൽ ആയതുകൊണ്ട് ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത് ബോട്ട് ആണ്. ആർ ബോട്ട് എന്ന് വരും. ഞാൻ ഇവിടെ മാറ്റി എഴുതി ആൻസർ 2 ആർ ബോട്ട്. അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ബൈ എഴുതുക. ഗിവൺ സെന്റൻസിലെ സബ്ജക്റ്റ് എഴുതുക. ബൈ എഴുതി ഗിവൺ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ആണ്. മാറ്റി എഴുതി ബൈ ചൈൽഡ്. ഇനി എന്താ ചെയ്യേണ്ടത്? ആൻസർ 1, ആൻസർ 2, ആൻസർ 3 മൂന്നും കൂടെ ആഡ് ചെയ്യുക. ഫൈനൽ ആൻസർ ആയി സ്വീറ്റ്സ് ആർ ബോട്ട് ബൈ ചൈൽഡ്. സ്വീറ്റ്സ് ആർ ബോട്ട് ബൈ ചൈൽഡ്. ഇനി നമുക്ക് അടുത്ത ടെൻസ് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു എക്സാമ്പിൾ എടുക്കുക. ലയൺ ഈസ് കില്ലിംഗ് എലഫന്റ്. ലയൺ ഈസ് കില്ലിംഗ് എലഫന്റ് ഞാൻ മാറ്റി എഴുതി. നേരത്തെ ചെയ്ത പ്രൊസീജിയർ ആൾമോസ്റ്റ് ഇവിടെയും സെയിം തന്നെയാണ്. ലയൺ ഈസ് കില്ലിംഗ് എലഫന്റ് മാറ്റി എഴുതി. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് ആയിട്ട് എഴുതി. ലയൺ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഈസ് കില്ലിംഗ് ആണ് വെർബ്. ശ്രദ്ധിക്കുക, ഈസ് കില്ലിംഗ് ആണ്, വെറും കില്ലിംഗ് അല്ല, ഈസ് കില്ലിംഗ് ആണ് വെർബ്. എലഫന്റ് എന്ന് പറയുന്നതാണ് ഓബ്ജക്റ്റ്. സ്റ്റെപ്പ് 1 ചെക്ക് വെദർ ഓബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. അപ്പോൾ ഇവിടെ ഓബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. മാറ്റി എഴുതി സിംഗുലർ എലഫന്റ് എന്ന് മാറ്റി എഴുതി. സ്റ്റെപ്പ് 2 ചെക്ക് ദ ടെൻസ് ഓഫ് ദ വെർബ്. ഇവിടെ ഈസ് കില്ലിംഗ് ആണ്. ഈസ് കില്ലിംഗ് വന്നു കഴിഞ്ഞാൽ, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആം പ്ലസ് ആം, ഈസ്, ആർ. അതിനിവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരുന്നു നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ചെയ്തതെങ്കിൽ ഇതിന്റെ കൂടെ ഇടയിലായിട്ട് ഒരു ബീയിങ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലുള്ള കൺവേർഷനായി. അപ്പോൾ ഇവിടെ മാറ്റി എഴുതാം. നോക്കുക, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആമാണോ, ഈസാണോ, ആറാണോ എന്ന് വരുന്നത്? ഗിവൺ സെന്റൻസിൽ ഓബ്ജക്റ്റിനെ നോക്കിയിട്ട്. ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എലഫന്റ് ആണ്, സിംഗുലർ പേഴ്സൺ ആണ്. സിംഗുലർ പേഴ്സൺ ആയതുകൊണ്ട് ആം വേണോ ഈസ് വേണോ വരാം. പക്ഷെ എലഫന്റിന്റെ ഒപ്പം ആം എന്തായാലും വരില്ല. ആം കാരണം ഐയുടെ കൂടെ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈസ് ആണ് വരേണ്ടത്. എലഫന്റ് ഈസ് എന്ന് വരും. പ്ലസ് ഇവിടെ ഒരു ബീയിങ് വരും. പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വെർബ് എന്ന് പറയുമ്പോൾ കില്ലിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ കിൽ, കിൽഡ്, കിൽഡ്. അപ്പോൾ ഈസ് ബീയിങ് കിൽഡ് എന്ന് വരും. അതിനിങ്ങോട്ട് മാറ്റി എഴുതി. ഈസ് കില്ലിങ്ങിനെ മാറ്റി ഈസ് ബീയിങ് കിൽഡ്. അടുത്ത സ്റ്റെപ്പ് ബൈ സബ്ജക്ട് പ്ലസ് സബ്ജക്റ്റ് എഴുതുക. ബൈയുടെ കൂടെ ഗിവൺ സെന്റൻസിലെ സബ്ജക്റ്റ് എന്താണ്? ലയൺ ആണ്. ബൈ ലയൺ. സ്റ്റെപ്പ് 4 എന്ന് പറയുമ്പോൾ ഈ 3 ആൻസറുകളുടെ കൂടെ ആഡ് ചെയ്താൽ മതി. എലഫന്റ് ഈസ് ബീയിങ് കിൽഡ് ബൈ ലയൺ. ഇവിടെ വ്യത്യാസം സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നുള്ള വ്യത്യാസം, ഇവിടെ ഒരു ബീയിങ് കൂടെ ആഡ് ചെയ്ത് വരും എന്ന് മാത്രമേ ഉള്ളൂ.
അടുത്ത നമുക്ക് ഈ എലഫന്റ് എന്ന് പറയുന്നത് സിംഗുലർ പേഴ്സൺ ആയതുകൊണ്ട് സിംഗുലറിനെ മാറ്റി പ്ലൂറൽ വരുന്ന ഒബ്ജക്റ്റ് പ്ലൂറൽ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ചൈൽഡ് ഈസ് ബൈയിങ് സ്വീറ്റ്സ്. മാറ്റി എഴുതി ചൈൽഡ് ഈസ് ബൈയിങ് സ്വീറ്റ്സ്. സബ്ജക്റ്റ് ചൈൽഡ്, ഈസ് ബൈയിങ് വെർബ്, സ്വീറ്റ്സ് ആണ് ഒബ്ജക്റ്റ്. ഇവിടെ പ്ലൂറലായി. സ്റ്റെപ്പ് 1 ചെക്ക് വെദർ ഒബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. ഒബ്ജക്റ്റ് സ്വീറ്റ്സ് പ്ലൂറൽ ആണ്, ഇവിടെ മാറ്റി എഴുതി പ്ലൂറൽ ആണ് സ്വീറ്റ്സ്. സ്റ്റെപ്പ് 2 ചെക്ക് ദ ടെൻസ് ഓഫ് ദ വെർബ്. ടെൻസ് ഓഫ് ദ വെർബ് ഈസ് ബൈയിങ് ആണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആം, ഈസ്, ആർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് വരും. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഈ പറഞ്ഞ ഓബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ സ്വീറ്റ്സ് ആണ്, പ്ലൂറൽ ആണ്. പ്ലൂറൽ ആണെങ്കിൽ ആം വരില്ല, ഈസ് വരില്ല, പിന്നെ വരുന്ന ആർ ആയിരിക്കും. അപ്പോൾ ആർ ബീയിങ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോഴേക്കും ബൈയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തായിരിക്കും? ബൈ, ബോട്ട്, ബോട്ട്. അപ്പോൾ ആർ ബീയിങ് ബോട്ട്. ഈസ് ബൈയിങ്ങിനെ ഞാൻ മാറ്റിയിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആർ ബീയിങ് ബോട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈയുടെ കൂടെ സബ്ജക്റ്റ് ആഡ് ചെയ്യുക. ബൈ പ്ലസ് ഗിവൺ സെന്റൻസിലെ സബ്ജക്റ്റ് നോക്കുക, ചൈൽഡ് ആണ്, ബൈ ചൈൽഡ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. സ്വീറ്റ്സ് ആർ ബീയിങ് ബോട്ട് ബൈ ചൈൽഡ്. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിലെ കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലയൺ ഹാസ് കിൽഡ് എലഫന്റ്. ഇങ്ങോട്ട് മാറ്റി എഴുതി, ലയൺ ഹാസ് കിൽഡ് എലഫന്റ് മാറ്റി എഴുതി. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആക്കി. സബ്ജക്റ്റ് ലയൺ ആണ്, ഹാസ് കിൽഡ് ആണ് വെർബ്, എലഫന്റ് ഒബ്ജക്റ്റ് ആണ്. സ്റ്റെപ്പ് 1 ചെക്ക് വെദർ ഒബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എലഫന്റ് ആണ്, സിംഗുലർ പേഴ്സൺ ആണ്, എലഫന്റ് എന്ന് മാറ്റി എഴുതി. സ്റ്റെപ്പ് 2 ചെക്ക് ദ ടെൻസ് ഓഫ് ദ വെർബ്. ഹാസ് കിൽഡ് ആണ് വെർബ്. ഹാസ് കിൽഡ് ആണ് വെർബ് എങ്കിൽ കൺവേർഷനിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ കൂടെ വരും. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് വരും. അതായത് ഇവിടുത്തെ ഹാസ് കിൽഡ് മാറിയിട്ട് എന്തായിട്ട് വരും? ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവിടുത്തെ ഓബ്ജക്റ്റ് ആണ്. ഇവിടുത്തെ ഓബ്ജക്റ്റ് എലഫന്റ് ആണ്, സിംഗുലർ പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഹാസേ വരത്തുള്ളൂ. അപ്പോൾ ഹാസ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് കിൽഡ്, കിൽഡ് ആണ്. അപ്പോൾ ഹാസ് ബീൻ കിൽഡ് എന്ന് വരും. അതിനെ ഇവിടെ മാറ്റി എഴുതിയിരിക്കുകയാണ്. ഹാസ് കിൽഡ് ക്വസ്റ്റ്യൻ, ഗിവൺ ക്വസ്റ്റ്യനിലെ ഹാസ് കിൽഡിനെ, ഈ ഹാസ് കിൽഡിനെ മാറ്റിയിട്ട് എഴുതിയിരിക്കുകയാണ് ഹാസ് ബീൻ കിൽഡ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ്. ബൈ എഴുതി, സബ്ജക്റ്റ് ഗിവൺ സെന്റൻസ് സബ്ജക്റ്റ് ലയൺ ആണ്, ലയൺ ആയിട്ട് എഴുതി, ബൈ ലയൺ എഴുതി. ഇനി ചെയ്യേണ്ടത് ഈ 3 ആൻസറുകളും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എലഫന്റ് ഹാസ് ബീൻ കിൽഡ് ബൈ ലയൺ. എലഫന്റ് ഹാസ് ബീൻ കിൽഡ് ബൈ ലയൺ. അപ്പോൾ ഇവിടെ നമ്മൾ എലഫന്റ് എന്ന് പറയുന്നത് സിംഗുലർ പേഴ്സൺ ആയത് ആണ്. ഇനി നമുക്ക് പ്ലൂറൽ ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ചൈൽഡ് ഹാസ് ബോട്ട് സ്വീറ്റ്സ്. മാറ്റി എഴുതി, ചൈൽഡ് ഹാസ് ബോട്ട് സ്വീറ്റ്സ്. സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്റ്റെപ്പ് 1 ചെക്ക് വെദർ ഓബ്ജക്റ്റ് സിംഗുലർ ഓർ പ്ലൂറൽ. അപ്പോൾ ഇവിടെ സ്വീറ്റ്സ് ആണ്, പ്ലൂറൽ ആണ് ഓബ്ജക്റ്റ്. ഇപ്പോൾ ഇവിടെ മാറ്റി എഴുതി പ്ലൂറൽ സ്വീറ്റ്സ്. സ്റ്റെപ്പ് 2 ചെക്ക് ദ ടെൻസ് ഓഫ് ദ വെർബ്. ഹാസ് ബോട്ട് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹാസ് ഓർ ഹാവ് വരും, പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് വരും. അപ്പോൾ എഴുതി ഹാസ് ബോട്ട് ഇവിടെയുള്ള ക്വസ്റ്റ്യനിൽ ഹാസ് ബോട്ട് മാറിയിട്ട് എന്തായിട്ട് മാറും? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരണം. ഇവിടെ ഹാസ് ആണോ ഹാവ് ആണോ വരുന്നത് എന്നുള്ളത് ഗിവൺ സെന്റൻസിലെ ഓബ്ജക്റ്റ് ആണ് ഡിറ്റർമിൻ ചെയ്തത്. നേരത്തെ എല്ലാ ടെൻസിലുള്ള സെന്റൻസുകൾക്കും ഇത് തന്നെയാണ് റൂള്. ഓബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ മാറ്റുന്നത്. ഇപ്പോൾ ഓബ്ജക്റ്റ് നോക്കുക, സ്വീറ്റ്സ് ആണ്, പ്ലൂറൽ ആണ്. ഇപ്പോൾ പ്ലൂറൽ വരുമ്പം ഹാസ് വരില്ല, ഹാവേ വരുള്ളൂ. അപ്പോൾ ഹാവ് ബീൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പോൾ സ്വീറ്റ്സ് ആയതുകൊണ്ട് ഹാവ് ബീൻ ബോട്ട് എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ ഹാവ് ബീൻ ബോട്ട് എന്നായത്. അടുത്തത് ബൈ എഴുതുക പ്ലസ് സബ്ജക്റ്റ് എഴുതുക. ബൈ എഴുതി, കൂടെ സബ്ജക്റ്റ് ചൈൽഡ് ആണ്, ബൈ ചൈൽഡ് എന്ന് എഴുതി. ഇനി ചെയ്യേണ്ടത് ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ആൻസർ 1, ആൻസർ 2, ആൻസർ 3 ആഡ് ചെയ്യുക. അന്നേരം സ്വീറ്റ്സ് ഹാവ് ബീൻ ബോട്ട് ബൈ ചൈൽഡ് എന്ന് വരും. സ്വീറ്റ്സ് ഹാവ് ബീൻ ബോട്ട് ബൈ ചൈൽഡ്. ഇതിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് നോക്കി. ഇനി നാലാമത്തെ ഫോമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് കൺവേർഷൻ സാധാരണ നടത്താറില്ല. അതുകൊണ്ട് നമ്മൾ ഈ 3 ഫോമും വെച്ചിട്ടാണ്, 3 ടെൻസും വെച്ചിട്ടാണ് നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.